സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ മനസ്സിലാക്കിയവരാണ് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുള്ളവരിൽ നിന്നുണ്ടാവണം. അപ്പം നാളെ ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ എന്നോട് ചോദിച്ചു, മുസ്ലിങ്ങൾക്ക് സ്വന്തം എന്താ ഒന്ന് ഒരു ഐക്യപ്പെടലുണ്ടായി കൂടെ എന്ന്. ഞാൻ പറഞ്ഞു, മുസ്ലിങ്ങൾ സ്വന്തം ഐക്യപ്പെടലല്ല വേണ്ടത്. ഇവിടെ മുസ്ലിങ്ങൾ സ്വന്തം ഐക്യപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇവിടെ വേറെ ഉള്ള മറ്റുള്ള ജാതി മതക്കാരെന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഐക്യപ്പെടാൻ കഴിയും. ഇവിടെ നമ്മൾ മനുഷ്യരാണ്, മനുഷ്യരെന്നുള്ള നിലക്ക് നമ്മളെല്ലാവരും എന്താകണം, ഐക്യപ്പെടും. അതാണ് ഇവിടെ വേണ്ടത്. ഈ രാജ്യത്ത് വേണ്ടത് അതാണ്. മനുഷ്യരെന്നുള്ള നിലക്ക് മാനുഷികമായുള്ളതായ മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മളെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അത് സംരക്ഷിക്കപ്പെടാൻ നമ്മൾ കൊണ്ട് മാത്രം സാധിക്കൂലത്. അത് സംരക്ഷിക്കപ്പെടാൻ ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും സഹായം നമുക്ക് ആവശ്യമാണ്. അതോടുകൂടെ ഗവൺമെൻറ്റിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. പ്രതിപക്ഷ കക്ഷികളുടെ സഹായം നമുക്ക് ആവശ്യമാണ്. അങ്ങനെ എല്ലാവരും സഹായിച്ചാലേ നമുക്ക് നമ്മുടേതായ വിശ്വാസങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആചാരങ്ങളും നമുക്കുള്ളതായ കർമ്മങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. ആ നിലക്ക് ഇതിനെ സംരക്ഷിക്കപ്പെടാൻ ആവശ്യമായ നിലക്കുള്ള എല്ലാ സഹകരണങ്ങളും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടാവണം. അതാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് അതിന് പ്രത്യേകമാവുന്ന ഒരു രാഷ്ട്രീയമല്ല. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുള്ള അണികൾക്ക് അവർ താല്പര്യപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികൾ പ്രവർത്തിക്കാം. സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് പ്രത്യേകമാവുന്ന ഒരു രാഷ്ട്രീയം. പക്ഷേ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും നമുക്ക് യാതൊരു വിരോധവുമില്ല. ഇവിടെ മന്ത്രി ഇരിക്കുന്നുണ്ട്, മൂപ്പര് ഭരണകക്ഷി LDFൻ്റെ നേതാവാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ UDFൻ്റെ നേതാവാണ്. പ്രത്യേകിച്ച് ഞാൻ ആദ്യമായിട്ട് തിരുവഞ്ചൂരിനെ പരിചയപ്പെടുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ കോട്ടുമല ബാബു മുസ്ലിയാർ, ചെറുശ്ശേരി നന്ദി മുസ്ലിയാർ, ഞങ്ങളടക്കമുള്ള ഒരു 5-6 ആളുകൾ ഉമ്മൻചാണ്ടിനെ കാണാൻ വേണ്ടി ചെന്നു. അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും കാണേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു, ആഭ്യന്തരമന്ത്രി എന്നുള്ളത്. അപ്പോൾ അന്ന് മൂപ്പര് ഞങ്ങൾ സന്ദർശിച്ചു. അന്നാണ് ആദ്യമായിട്ട് മൂപ്പരെ പരിചയപ്പെട്ടത്. അത് മൂപ്പർക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അന്ന് മുതൽ ആ ബന്ധം ഇങ്ങനെ കാണുമ്പോഴൊക്കെ എല്ലായിടത്തും ചിരിക്കലും പറയലും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും, പ്രത്യേകിച്ച് പ്രബലമാവുന്ന രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്നവർ, അതങ്ങനെയല്ലോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഭരണം മാറി വരാമല്ലോ. അപ്പോൾ മാറി വരുന്ന ഗവൺമെൻറ്റുകളിലൊക്കെ സഹായങ്ങൾ നമ്മൾക്ക് വേണ്ടി വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ കുനിയ സമ്മേളനം നടക്കുമ്പോൾ അവിടെ ചില പ്രത്യേക ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇന്നലെ ഞാൻ അവിടുന്ന് CMനോട് സംസാരിച്ചു. അതായത് അവിടുന്ന് റിജക്റ്റായ ഒരു ഫയലുണ്ട്, അത് ഇങ്ങോട്ട് ഇനി വരേണ്ടത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അതിന് വേണ്ടത് നിങ്ങൾ ചെയ്തു തരണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യം ഭരിക്കുന്ന കക്ഷികൾ ഏതായാലും ആ കക്ഷികളോട് നമുക്ക് ചില അവകാശങ്ങളും ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാനുണ്ടാവും. മാത്രമല്ല മുസ്ലിങ്ങളടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടണം. മതന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും അവർക്കുള്ള ആവശ്യങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടണം. ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ യാതൊരു എതിരൊന്നുമില്ല. ഇവിടെ ചില ആളുകൾ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കണം. ചില ആളുകൾ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം അതിന് ചില പ്രത്യേക താല്പര്യങ്ങളും അവർക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ആ ലക്ഷ്യം അത് സാക്ഷാത്കരിക്കപ്പെടാതിരിക്കാം. വലിയ വിർണാണ് ഉണ്ടായിത്തീരുന്നത്. ആ വിർണം പിന്നെ നമുക്ക് ഉണക്കാം. അപ്പം രാജ്യത്തുള്ള ഈ സമാധാനവും സ്നേഹവും സന്തോഷമൊക്കെ ഇവിടെ നിലനിൽക്കണം. ഇവിടെ മുസ്ലിങ്ങൾ ജീവിക്കണം, ഇവിടെ ഹിന്ദുക്കൾ ജീവിക്കണം, ഇവിടെ ക്രിസ്ത്യാനികൾ ജീവിക്കണം. ഇനി വേറെ ഏത് മതങ്ങളുണ്ടെങ്കിലും ആ മതങ്ങൾക്കൊക്കെ ഇവിടെ വന്ന് ജീവിക്കാം. അവരെ മതം അനുസരിച്ച് അവർക്ക് ഇവിടെ അവരുടെ കർമ്മങ്ങളും അവരുടെ വിശ്വാസങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കണം. അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരേണ്ടത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്. അത് ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും അവർ ചെയ്തു തരേണ്ടവരാണ്. അവർക്ക് ചെയ്യാൻ കഴിയുന്നത് പരമാവധി അവർ ചെയ്തു തരണം. ആ നിലക്ക് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഈ രാജ്യത്തിൻ്റെ ഒരുമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഈ രാജ്യത്തിൻ്റെ സൗഹാർദ്ദം പ്രവർത്തിക്കുകയും ഈ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ് നമ്മൾ. ഒരുപാട് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഏത് ഗവൺമെൻറ് വന്നാലും
സമസ്തയുടെ ജമിയത്തുൽ ഉലമ ഒരാവശ്യം അവരോട് ജമിയത്തുൽ ഉലമക്ക് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയാണ് ഈ ഇതുപോലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ. പറഞ്ഞല്ലോ, ഏകദേശം 11,000-ലധികം മദ്രസകൾ സമസ്തയുടെ ജമിയത്തുൽ ഉലമക്ക്. ഒരുപാട് അറബി കോളേജുകളുണ്ട്, ഒരുപാട് മറ്റ് കോളേജുകളുണ്ട്, ഒരുപാട് പള്ളി ദർസുകളിലും മദ്രസ ഇതിലൊക്കെ പഠനം നടത്തിക്കൊണ്ട് കുട്ടികളെ അവരെ തീവ്രതയിലേക്കും ഭീകരവാദത്തിലേക്കൊക്കെ പോകുന്നതിനെ തൊട്ട് പൂർണ്ണമായി കടിഞ്ഞാണിട്ടുകൊണ്ടിട്ട് പ്രവർത്തിക്കപ്പെടുന്നതായ സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഏത് ഗവൺമെൻറ് വന്നാലും സമസ്തയുടെ ജമിയത്തുൽ ഉലമ ഒരാവശ്യം അവരോട് ഉന്നയിച്ചാൽ പരമാവധി അത് അവർക്ക് ചെയ്തു തരാൻ പറ്റുന്നതാണെങ്കിൽ അവർ ചെയ്തു തരാൻ തന്നെ ചെയ്യും. അത് ഏത് ഗവൺമെൻറ്റും ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് കാരണം എന്തുകൊണ്ട് സമസ്തയുടെ ജമിയത്തുൽ ഉലമയെ മനസ്സിലാക്കിയവരാണ് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അത് മനസ്സിലാക്കിയതായ ആത്മാർത്ഥമായ പ്രസംഗമാണ് മന്ത്രി ചെയ്തതും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയ്തതും, രണ്ടാളും ചെയ്തത്. അല്ലാതെ ഒരു ചുരുക്കിന് വേണ്ടി പ്രസംഗിച്ച പ്രസംഗമല്ലാതെ അവർ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലെ പലരും അവിടെ കൊല്ലത്ത് വെച്ച് പലരും പ്രസംഗിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ളതായ നേതാക്കന്മാർ അവരൊക്കെ പറഞ്ഞത് ഏകദേശം ഇതിന് തുല്യമായതായ പ്രസംഗങ്ങളാണ്. കാരണം ഈ പ്രസ്ഥാനത്തിനെ പറ്റി അവർ മനസ്സിലാക്കി, ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെ പറ്റി മനസ്സിലാക്കി, ഇതിൻ്റെ നേതാക്കന്മാരെ പറ്റി മനസ്സിലാക്കി, ഇതിൻ്റെ അണികളെ പറ്റി മനസ്സിലാക്കി. അപ്പോൾ ആരും കുഴപ്പക്കാരല്ല എന്ന് മനസ്സിലായി. പിന്നെ അവർക്ക് ഗുണം ചെയ്തു കൊടുക്കാമല്ലോ. ഇത് ഞങ്ങളെ പൂർവികർക്കും അങ്ങനെ തന്നെയാണ്. ഇവിടെ വന്ന ആളുകൾക്ക് ഗുണം ചെയ്തു കൊടുത്തു ഇവിടുത്തെ മറ്റുള്ള വിശ്വാസികൾ. എന്തുകൊണ്ട്? അവർ കുഴപ്പക്കാരല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട്. അപ്പോൾ സ്നേഹവും സന്തോഷവും ഒക്കെ ഇവിടെ നിലനിന്ന് പോകണം. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ യോജിപ്പിലാവണം ഇവിടെ ഈ രാജ്യത്ത് ജീവിക്കേണ്ടത്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ യോജിപ്പിലാവണം. ഇവിടെയുള്ള മറ്റുള്ള ഏതെല്ലാം മതങ്ങളുണ്ടോ ആ മതങ്ങളും മുസ്ലിങ്ങളും തമ്മിൽ യോജിപ്പിലാവണം. മറ്റുള്ള മതങ്ങളൊക്കെ പരസ്പര യോജിപ്പിലും സ്നേഹത്തിലാവണം. ഇനി മതമില്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ടാവാം, അവരും തന്നെ മതമുള്ളവരേറ്റ് ഏറ്റുമുട്ടൽ വരാൻ പാടില്ല. അവർ തന്നെ യോജിപ്പിലും സ്നേഹത്തിലും